ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഷ്ഠ PSCയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് വിയോഗങ്ങളെ കുറിച്ചിട്ടാണ്. 2023 2024 ഇതുവരെയും ജൂലൈ വരെയും ഉണ്ടായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ വിയോഗങ്ങളും അവരെ കുറിച്ചിട്ടുള്ള കുറച്ച് റിലേറ്റഡ് ഫാക്ട്സും ആയിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ആരെങ്കിലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആൻഡ് ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2023 തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിൽ നമ്മൾ പ്രശസ്തരുടെ കാര്യങ്ങൾ മാത്രമായിരിക്കും നോക്കുന്നുണ്ടാവുക. ആദ്യത്തേതാണ് വോൾട്ടർ കണ്ണിങ്ഹാം. വോൾട്ടർ കണ്ണിങ്ഹാം എന്ന് പറയുന്നത് അമേരിക്കയുടെ ബഹിരാകാശ യാത്രികനാണ്. അതായത് ആദ്യമായിട്ട് മനുഷ്യരെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയ 1968 അപ്പോളോ 7 ദൗത്യത്തിന്റെ ഭാഗമായിരുന്ന വ്യക്തിയായിരുന്നു വോൾട്ടർ കണ്ണിങ്ഹാം. 11 ദിവസത്തെ ദൗത്യത്തിൽ പങ്കെടുത്ത 3 പേരിൽ അവസാനത്തെ ആളായിരുന്നു കണ്ണിങ്ഹാം. സോ ഇത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. വോൾട്ടർ കണ്ണിങ്ഹാം അമേരിക്കൻ ബഹിരാകാശ യാത്രികനായിരുന്നു. 1968 അപ്പോളോ 7 ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു വോൾട്ടർ കണ്ണിങ്ഹാം. അടുത്തതാണ് സാറ അബൂബക്കർ. ഓക്കെ, സാറ അബൂബക്കർ കന്നഡ നോവലിസ്റ്റ് ആണ്. കന്നഡ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായിട്ടുള്ള വ്യക്തിയാണ് സാറ അബൂബക്കർ. മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് നിരന്തരം സംവദിച്ച ഒരു വ്യക്തിയാണ് സാറ അബൂബക്കർ. ഓക്കെ, സാറ അബൂബക്കർ എവിടുത്തെ ആളാണ്? കന്നഡ നോവലിസ്റ്റ് ആണ്. കന്നഡ നോവലിസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ എടുത്തു ചോദിക്കാറുണ്ട്. ഏത് ജോണറിലുള്ള ആളാണെന്നോ അല്ലെങ്കിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഏത് ഭാഷയിലെ എഴുത്തുകാരിയാണെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. സോ അതാണ് കന്നഡ എഴുത്തുകാരിയാണ് സാറ അബൂബക്കർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഡോക്ടർ റൊണാൾഡ് ഇ അഷർ. ഓക്കെ, റൊണാൾഡ് ഇ അഷർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ്. ഇദ്ദേഹം ഒരു ഭാഷാ ശാസ്ത്രജ്ഞ, അതായത് ലിംഗ്വിസ്റ്റ് ആണ്, ബഹുഭാഷാ പണ്ഡിതനാണ്, വിവർത്തകനാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി, എന്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട്, തകഴിയുടെ തോട്ടിയുടെ മകൻ തുടങ്ങിയ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് റൊണാൾഡ് ഇ അഷറാണ്. ഏതൊക്കെയാണ് കൃതികൾ? ബഷീറിന്റെ ബാല്യകാല സഖി, എന്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട്, അതുപോലെ തകഴിയുടെ തോട്ടിയുടെ മകൻ. ഇതെല്ലാം തന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് റൊണാൾഡ് ഇ അഷർ ആയിരുന്നു. ഇനി അടുത്താണ് ശരത് യാദവ്. ശരത് യാദവ് പ്രമുഖമായിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള വ്യക്തിയാണ്. 1997 ജനതാദൾ യുണൈറ്റഡ് രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകി. അപ്പം ശരത് യാദവുമായിട്ട് ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടി ചോദിച്ചാൽ അത് ഏതാണ്? ജനതാദൾ യുണൈറ്റഡ് ആണ്, അഥവാ JDU ആണ്. ഓക്കെ, അപ്പം ഇതൊക്കെ ഇപ്രാവശ്യം 2024 പാർലമെന്റ് ഇലക്ഷനിൽ JDUക്കൊക്കെ സീറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിനെ കുറച്ചൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ശരത് യാദവ് 97 JDU രൂപീകരിക്കുന്ന സമയത്ത് അതിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു. 2003 മുതൽ 16 വരെ JDU അധ്യക്ഷൻ. 2018 ലോകതാന്ത്രിക് ജനതാദൾ ഇദ്ദേഹം രൂപവൽക്കരിക്കുന്നു. അപ്പം 97 JDU വന്നു. 2018 ലോക് താന്ത്രിക് ജനതാദൾ എന്ന രീതിയിൽ അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ലാലു പ്രസാദ് യാദവിന്റെ രാഷ്ട്രീയ ജനതാദളിൽ ഇദ്ദേഹം ചേർന്നു. അടുത്തതാണ് BV ദോഷി. ഓക്കെ, BV ദോഷി ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ വാസ്തുവിദ്യാ രംഗത്തെ കുലപതി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് BV ദോഷി. ഓക്കെ, BV ദോഷി ആർക്കിടെക്റ്റ് ആണ്. ഇന്ത്യൻ വാസ്തു രംഗത്തെ കുലപതി എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ഓർത്തിരിക്കുക, ബാലകൃഷ്ണ വിട്ടൽ ദാസ് ദോഷി എന്നതാണ്. ഇദ്ദേഹത്തിന് പ്രിസ്കർ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രിസ്കർ പുരസ്കാരം വാസ്തുവിദ്യയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ്. അത് ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് BV ദോഷി. ഫുൾ നെയിം ബാലകൃഷ്ണ വിട്ടൽ ദാസ് ദോഷി എന്നാണ്. ഇദ്ദേഹം അറിയപ്പെടുന്നത് വാസ്തുവിദ്യാ രംഗത്തെ കുലപതിയാണ്. അടുത്തതാണ് ശാന്തി ഭൂഷൺ. ശാന്തി ഭൂഷൺ മുൻ കേന്ദ്രമന്ത്രി, നിയമജ്ഞൻ, സാമൂഹ്യ പ്രവർത്തകൻ എന്നീ രീതികളിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്ദിരാഗാന്ധിക്ക് തിരഞ്ഞെടുപ്പ് അയോഗ്യത കൽപ്പിച്ച കേസിൽ എതിർകക്ഷിയായിരുന്ന രാജ് നാരായണന് വേണ്ടി കേസ് വാദിച്ച വ്യക്തി അത് ശാന്തി ഭൂഷൺ ആയിരുന്നു. ഓക്കെ, ഈ ഒരു ഫാക്ട് ഓർത്ത് വയ്ക്കുക. ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പിൽ അയോഗ്യത കൽപ്പിച്ച ആ ഒരു കേസിൽ എതിർകക്ഷിയായിരുന്ന രാജ്നാരായണന് വേണ്ടിയിട്ട് അന്ന് കേസൊക്കെ വാദിച്ചത് അത് ശാന്തി ഭൂഷൺ ആയിരുന്നു. അടുത്തതാണ് വിശ്വനാഥ്. ഓക്കെ, വിശ്വനാഥ് എന്താണ്? ചലച്ചിത്ര സംവിധായകനാണ്. തെലുങ്കുവിൽ 50ഓളം ചിത്രങ്ങളൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് വിശ്വനാഥ് സംവിധാനം ചെയ്ത സിനിമയാണ് ശങ്കരാഭരണം. ഓക്കെ, ശങ്കരാഭരണം സിനിമ ഉണ്ടല്ലോ, ആ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് അത് വിശ്വനാഥാണ്. ഇനി പ്രശസ്തരായിട്ടുള്ള ഗായികയായിരുന്നു വാണി ജയറാം. അവർ ഫെബ്രുവരി 4, 2023 അന്തരിക്കുകയുണ്ടായി. 3 തവണ ദേശീയ പുരസ്കാരം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. 2023 പത്മഭൂഷണും ലഭിച്ചു. ഓക്കെ, 19 ഭാഷകളിലൊക്കെ ഗാനം ആലപിച്ച വ്യക്തിയായിരുന്നു വാണി ജയറാം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. 2023 പത്മഭൂഷണാണ് കിട്ടിയിട്ടുള്ളത് വാണി ജയറാം. ഓക്കെ, ഇനി ജനറൽ പർവേസ് മുഷറഫ് എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ മുൻ പ്രസിഡന്റ് ആണ്. പട്ടാളി മേധാവിയായിട്ടുള്ള മുഷറഫ് 99 അട്ടിമറിയിലൂടെ നവാസ് ഷെറീഫിന്റെ സർക്കാരിനെ പുറത്താക്കി ഭരണം പിടിച്ചു. കാർഗിൽ യുദ്ധത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്നറിയപ്പെടുന്നത് പർവേസ് മുഷറഫ് ആണ്. ഓക്കെ, പർവേസ് മുഷറഫ് അന്തരിച്ചു ഫെബ്രുവരി 5. പാകിസ്ഥാന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു. കാർഗിൽ യുദ്ധത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്നറിയപ്പെട്ട ആളാണ് പർവേസ് മുഷറഫ്. ഓക്കെ, അടുത്തത് കനക് റെലെ ആണ്. അവർ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. വിഖ്യാതയായിട്ടുള്ള മോഹിനിയാട്ട നർത്തകിയാണ് കനക് റെലെ. ഓക്കെ, കനക് റെലെ നല്ല കനക പോലെയുള്ള ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടല്ലേ മോഹിനിയാട്ടമൊക്കെ ചെയ്യുന്നത്. മോഹിനിയാട്ടം ആ ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടല്ലേ എപ്പോഴും ചെയ്യുന്നത്. അപ്പം അതിൽ ഫുൾ ഗോൾഡന്റെ
ത്രെഡും കാര്യങ്ങളൊക്കെ. അപ്പം കനകത്തിന്റെ പോലെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ചെയ്യുന്നത് മോഹിനിയാട്ടം. അപ്പൊ കനകറിലെ മോഹിനിയാട്ട നർത്തകിയാണ്. കഥകളിയിലും വൈദഗ്ധ്യം നേടിയ വ്യക്തിയായിരുന്നു. മുംബൈ നളന്ദ ഡാൻസ് റിസർച്ച് സെന്ററിന്റെ സ്ഥാപകയാണ്. ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. മുംബൈ നളന്ദ ഡാൻസ് റിസർച്ച് സെന്ററിന്റെ സ്ഥാപകയാണ്. അതുപോലെ നളന്ദ നൃത്തകലാ മഹാവിദ്യാലയത്തിന്റെ ആദ്യത്തെ പ്രിൻസിപ്പളും കൂടിയാണ്. ഓർത്തിരിക്കുക കേട്ടോ. നളന്ദ നൃത്തകലാ മഹാവിദ്യാലയത്തിന്റെ ആദ്യത്തെ പ്രിൻസിപ്പളും നളന്ദ ഡാൻസ് റിസർച്ച് സെന്ററിന്റെ സ്ഥാപകയുമാണ്. ഇവർക്കും പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട് 2013. ഓക്കെ, 2013 പത്മഭൂഷൺ കനകറയിലേക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് എ.എം. അഹമ്മദി. ഓക്കെ, എ.എം. അഹമ്മദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ 26ാമത് ചീഫ് ജസ്റ്റിസും മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള 3ാമത്തെ ചീഫ് ജസ്റ്റിസും ആയിരുന്നു. ഓക്കെ, ചിലപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് ആണെന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിലൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ഇന്ത്യയുടെ 26ാമത് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു എന്നുള്ളതൊക്കെ അത് എ.എം. അഹമ്മദിയാണ്. അടുത്തത് സാഹിത്യ നൊബേൽ ജേതാവായിട്ടുള്ള ജാപ്പനീസ് നോവലിസ്റ്റ് ആണ് കെൻസാബ്രോ ഓയെ. ഓക്കെ, കെൻസാബ്രോ ഓയെ ഏതാണ്? ജാപ്പനീസ് നോവലിസ്റ്റ് ആണ്. ഇതാണ് ഓർത്തിരിക്കുന്നത്, ജാപ്പനീസ് നോവലിസ്റ്റ് ആണ്. 94 ഇവർക്ക് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്തതാണ് ഗോൾഡൻ മൂർ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആളെത്ര പരിചയമില്ലെങ്കിലും ഇയാൾ ഓർത്തിരിക്കേണ്ട ആളാണ്. ഓക്കെ, ഗോൾഡൻ മൂർ ആണ് ആരാണ്? ഇന്റർ കോർപ്പറേഷന്റെ സഹസ്ഥാപകനാണ്. അതിനെക്കാട്ടും കമ്പ്യൂട്ടർ വിപ്ലവത്തിന്റെ ഭാവി പ്രവചിച്ച ക്രാന്തദർശി, ഡിജിറ്റൽ മുന്നേറ്റ നായകൻ തുടങ്ങിയ വിശേഷണങ്ങളുടെ ഉടമയായിട്ടുള്ളതാണ് ഗോൾഡൻ മൂർ എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? കമ്പ്യൂട്ടർ വിപ്ലവത്തിന്റെ ഭാവി പ്രവചിച്ച ക്രാന്തദർശി, ഡിജിറ്റൽ മുന്നേറ്റ നായകൻ. ഈ പേരുകളിലൊക്കെ അല്ലെങ്കിൽ ഈ വിശേഷണങ്ങളൊക്കെയുള്ള വ്യക്തിയാണ് ആര്? ഗോൾഡൻ മൂർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഇന്നസെന്റിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. 2023 നമ്മൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള വലിയൊരു താരം തന്നെയായിരുന്നു ഇദ്ദേഹം, ഇന്നസെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നസെന്റ് മാർച്ച് 26-നാണ് അന്തരിക്കുന്നത്. പ്രശസ്ത ചലച്ചിത്ര താരം, മുൻ ലോക്സഭാംഗമൊക്കെ ആയിട്ടുള്ള വ്യക്തിയാണ്. 2014 ചാലക്കുടി മണ്ഡലത്തിൽ നിന്നും LDF സ്വതന്ത്രനായിട്ടാണ് ലോക്സഭയിലേക്ക് ഇദ്ദേഹം എത്തുന്നത്. ഓക്കെ, ഇന്നസെന്റിനെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് 1972 വരുന്നത്, നൃത്തശാല എന്ന പേരിൽ. ഓക്കെ, നൃത്തശാല എന്ന സിനിമയാണ് അദ്ദേഹത്തിന്റെ ആദ്യമായിട്ടുള്ളത്. ആൻഡ് പിന്നീട് ഇദ്ദേഹത്തിന്റെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഇദ്ദേഹത്തിന്റെ മണ്ഡലം, ഈ ലോക്സഭയുടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണ്? അത് ഇരിങ്ങാലക്കുടയാണ് കേട്ടോ. ഇരിങ്ങാലക്കുടയാണ് ഇദ്ദേഹത്തിന്റെ മണ്ഡലമായിട്ട് വരുന്നത്. ഇനി ഇദ്ദേഹം ഒത്തിരിയധികം ബുക്സുകളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എപ്പോഴും നമ്മൾക്ക് അദ്ദേഹത്തിന്റെ ആത്മകഥയും ബുക്കുകളും തമ്മിൽ മാറിപ്പോവാറുണ്ട്. ഞാൻ ഇന്നസെന്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണെന്ന് നമ്മൾ ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ മിസ്ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ കൂടുതലാണ്. പക്ഷെ ഞാൻ ഇന്നസെന്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥ അല്ല. അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയുന്നത് ചിരിക്കു പിന്നിൽ എന്നതാണ്. ഓക്കെ, ചിരിക്കു പിന്നിൽ എന്നതാണ് എന്തിന്റെ ഇന്നസെന്റിന്റെ ആത്മകഥയായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വേറെ കൃതികൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: ഞാൻ ഇന്നസെന്റ്, അതുപോലെ തന്നെ മഴക്കണ്ണാടി. പിന്നെ അദ്ദേഹം അർബുദമൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത്, ക്യാൻസർ ഒക്കെ ബാധിച്ചിരുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം എഴുതിയ ബുക്കായിരുന്നു ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒക്കെ ബുക്കുകളൊക്കെ എഴുതിയിട്ടുള്ളത് ഇന്നസെന്റ് ആണ്. ഓക്കെ, അപ്പോൾ 2014-19 വരെയാണ് അദ്ദേഹം ചാലക്കുടി മണ്ഡലത്തിൽ ലോക്സഭാംഗമായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, ലോക്സഭാംഗമായിട്ട് വരുന്നത് ഏത് വർഷമാണ്? 2014 to 2019 വരെയാണ് വരുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് റിയൂച്ചി സക്കാമോട്ടോ ആണ്. ഓക്കെ, റിയൂച്ചി സക്കാമോട്ടോ ആരാണ്? ഇലക്ട്രോണിക് സംഗീതത്തിന്റെ മാർഗദർശി എന്നറിയപ്പെടുന്ന ജാപ്പനീസ് സംഗീത സംവിധായകനാണ് റിയൂച്ചി സക്കാമോട്ടോ. പേരിന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ജാപ്പനീസ് ആണെന്നുള്ളത്. പക്ഷേ ഇത് ഓർത്തിരിക്കുക, സംഗീത സംവിധായകനാണ് റിയൂച്ചി സക്കാമോട്ടോ. ആൻഡ് ഇദ്ദേഹത്തിന് ഒരു വിശേഷണമുള്ളത് എന്താണ്? ഇലക്ട്രോണിക് സംഗീതത്തിന്റെ മാർഗദർശി എന്നറിയപ്പെടുന്നതാണ് റിയൂച്ചി സക്കാമോട്ടോ. സാറാ തോമസ് ആണ്. സാറാ തോമസ് മാർച്ച് 31-നാണ് അന്തരിക്കുന്നത്. പ്രശസ്ത സാഹിത്യകാരിയായിരുന്നു. 2010 സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വ്യക്തിയാണ് സാറാ തോമസ് എന്ന് പറഞ്ഞത്. ആൻഡ് സാറാ തോമസിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്ക് ചോദിച്ചാൽ അത് നാർമടിപ്പുടവയാണ് കേട്ടോ. നാർമടിപ്പുടവ 1979 ഈ ഒരു നാർമടിപ്പുടവയ്ക്ക് ഇവർക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു നോവൽ ബേസിക്കലി പറയുന്നത് തമിഴ് ബ്രാഹ്മണരുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന സാറാ തോമസിന്റെ ബുക്കാണ് നാർമടിപ്പുടവ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാറാ തോമസിന്റെ വേറൊരു നോവലാണ് മുറിപ്പാടുകൾ. ഓക്കെ, മുറിപ്പാടുകൾ എന്ന ഇത് എഴുത്തൊക്കെ ഭയങ്കര മോശമായിരിക്കും. മുറിപ്പാടുകൾ എന്ന നോവല് P.A. ബക്കർ മണിമുഴക്കം എന്ന പേരിൽ സിനിമയാക്കിയിട്ടുണ്ട്. അതും ഓർത്തിരിക്കുക, അങ്ങനെയും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം P.A. ബക്കറിന്റെ മണിമുഴക്കം എന്ന സിനിമ ഏത് നോവലിനും ആയിട്ട് ആസ്പദമാക്കിയിട്ടുള്ളതാണ് എന്ന് ചോദിച്ചാൽ അത് സാറാ തോമസിന്റെ മുറിപ്പാടുകൾ എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഇനി സാറാ തോമസിന്റെ ആദ്യ നോവൽ ചോദിച്ചാൽ അത് ജീവിതം എന്ന നദിയാണ്. ഓക്കെ, ജീവിതം എന്ന നദിയാണ് സാറാ തോമസിന്റെ ആദ്യത്തെ നോവലെങ്കിൽ സാറാ തോമസിന്റെ കുറച്ച് പ്രശസ്തമായിട്ടുള്ള നോവൽ കാര്യങ്ങളൊക്കെയാണ് പവിഴമുത്ത്, ആ മനുഷ്യൻ നീ തന്നെ, നീലക്കുറിഞ്ഞികൾ ചുവക്കും നേരം, അങ്ങനെ കുറച്ചെണ്ണം.
ഓക്കെ, അപ്പം ഏതൊക്കെയാണ് സാറാ തോമസിനെ കുറിച്ച് അറിയുമ്പോൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് 1979 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത് അവരുടെ കൃതിയായിട്ടുള്ള നാർമടി പുടവയ്ക്കാണ്. തമിഴ് ബ്രാഹ്മണരുടെ കഥയാണ് ഇതിൽ പറയുന്നത്. ഇനി PA ബക്കറിന്റെ മണിമുഴക്കം എന്ന സിനിമ സാറാ തോമസിന്റെ മുറിപ്പാടുകൾ എന്ന നോവൽ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. സാറാ തോമസിന്റെ ആദ്യത്തെ നോവൽ ജീവിതം എന്ന നദിയാണ്. ഓക്കെ, അടിപൊളി. അപ്പം അതൊക്കെ കിട്ടി. ഇനി തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കൊൽക്കത്ത ഹൈക്കോടതികളിൽ ചീഫ് ജസ്റ്റിസും കേരള ഹൈക്കോടതിയിൽ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസുമായിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ. ഓക്കെ, എല്ലാ സംസ്ഥാനങ്ങളിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ നമ്മൾക്കും അദ്ദേഹം ഇമ്പോർട്ടന്റ് ആണ്. തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കൊൽക്കത്ത ഹൈക്കോടതിയിലൊക്കെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഹൈക്കോടതിയിലെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് ഇദ്ദേഹം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അടുത്തതാണ് ജലബാല വൈദ്യ. നല്ല അടിപൊളി പേരിലെ ജലബാല വൈദ്യ. നാടക പ്രവർത്തകയും നർത്തകിയും ഒക്കെ ആയിട്ടുള്ള വ്യക്തിയാണ് ജലബാല വൈദ്യ. ഡൽഹിയിലെ അക്ഷര തിയേറ്ററിന്റെ സഹസ്ഥാപകയാണ് ജലബാല വൈദ്യ. ഓക്കെ, ജലബാല വൈദ്യ. അപ്പൊ ബാല, നമ്മൾ പറയും ബാലയെ കളിക്കുക എന്നൊക്കെ പറയില്ലേ? അപ്പൊ ബാല എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് നാടകം പോലെയല്ലേ? അപ്പം നാടക പ്രവർത്തകയാണ് നമ്മളുടെ ആരെന്ന് പറയുന്നത്? ജലബാല വൈദ്യ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് KV രാമനാഥൻ. ഓക്കെ, കുട്ടികൾക്ക് വേണ്ടിയുള്ള രാമനാഥൻ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, KV രാമനാഥൻ ആരാണ്? കുട്ടികൾക്ക് വേണ്ടിയുള്ള രാമനാഥനാണ്. അതായത് അദ്ദേഹം ബാലസാഹിത്യകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കൃതികളാണ് അത്ഭുത വാനരന്മാർ, അത്ഭുത നീരാളി, ആമയും മുയലും ഒരിക്കൽ കൂടി, കമാൻഡർ ഗോപി, മാന്ത്രിക പൂച്ച, അങ്ങനെ കുറേ അധികം ബാലകൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. 2 അത്ഭുതം നമ്മൾ പറഞ്ഞു, അത്ഭുത വാനരന്മാരും അത്ഭുത നീരാളിയും. പിന്നെ ആമയും മുയലും ഒരിക്കൽ കൂടി, കമാൻഡർ ഗോപിയും അതുപോലെ തന്നെ മാന്ത്രിക പൂച്ചയും KV രാമനാഥന്റെയാണ്. എന്താണ്? കുട്ടികൾക്ക് വേണ്ടിയുള്ള രാമനാഥന്റേതാണ്. അടുത്തതാണ് ജെമിനി ശങ്കരൻ. ജെമിനി ശങ്കരൻ എന്നുള്ള പേരിൽ തന്നെ നമുക്ക് ആളെ കിട്ടണം. ജെമിനി സർക്കസ്, അതുപോലെ തന്നെ ജംബോ സർക്കസ്, ഗ്രേറ്റ് റോയൽ സർക്കസിന്റെ ഒക്കെ ഉടമയായിട്ടുള്ള വ്യക്തിയായിരുന്നു ജെമിനി ശങ്കരൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം മൂർക്കോത്ത് വേങ്ങക്കണ്ടി ശങ്കരൻ എന്നതാണ്. ഓക്കെ, മൂർക്കോത്ത് വേങ്ങക്കണ്ടി ശങ്കരൻ ആരാണ് എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ അത് ജെമിനി ശങ്കരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഓക്കെ, അടുത്തതാണ് ഹാരി ബെലാഫോണ്ടെ. ഓക്കെ, ഹാരി ബെലാഫോണ്ടെ US-ലെ പോപ്പ് സംഗീതജ്ഞനാണ്. കരീബിയൻ പാട്ടുശൈലിയായിട്ടുള്ള കലിപ്സോയെ പ്രശസ്തമാക്കിയ വ്യക്തിയാണ് ഹാരി ബെലാഫോണ്ടെ. ഓക്കെ, ഹാരി ബെലാഫോണ്ടെ ആരാണ്? പോപ്പ് സംഗീതജ്ഞനാണ്. അത് മാത്രം ഓർത്തിരിക്കുക. അടുത്തത് പ്രകാശ് സിംഗ് ബാദലാണ്. പ്രകാശ് സിംഗ് ബാദലിനെ നമ്മൾ ഒത്തിരി പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. പഞ്ചാബിന്റെ മുൻ മുഖ്യമന്ത്രിയും ശിരോമണി അകാലി ദളിന്റെ മുതിർന്ന നേതാവുമായിരുന്നു പ്രകാശ് സിംഗ് ബാദൽ എന്ന് പറയുന്നത്. ഓക്കെ, പ്രകാശ് സിംഗ് ബാദലിനെ നമ്മൾ പറഞ്ഞു. ഇനി അതുപോലെ തന്നെ ഏപ്രിൽ 26 നമുക്ക് നഷ്ടപ്പെട്ട വേറൊരു ഹാസ്യപ്രതിഭയായിരുന്നു മാമുക്കോയ എന്ന് പറയുന്നത്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, ജൂറിയുടെ പ്രത്യേക പരാമർശവും ഹാസ്യ നടനുള്ള സംസ്ഥാന പുരസ്കാരവും ഒക്കെ ലഭിച്ച വ്യക്തിയായിരുന്നു മാമുക്കോയ. ഇനി ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. കാരേക്കുടി ആർ മണി. കാരേക്കുടി ആർ മണി എന്ന് പറയുന്നത് മൃദംഗ വിദ്വാനാണ്. ഓക്കെ, മൃദംഗ വിദ്വാനാണ് കാരേക്കുടി ആർ മണി. ഇനി കാരേക്കുടി മണി ബാണി എന്ന് അറിയപ്പെടുന്ന ശൈലിയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ബാണി എന്ന ശൈലി രൂപപ്പെടുത്തിയത് അത് കാരേക്കുടി ആർ മണിയാണ്. അപ്പം മണി രൂപപ്പെടുത്തിയത് ബാണി, ബാണി എന്ന ശൈലി രൂപപ്പെടുത്തിയത് മണിയാണ്, കാരേക്കുടി ആർ മണിയാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു? മൃദംഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിന്റെ PDF ഞാൻ ഇട്ടേക്കാം, നിങ്ങൾക്ക് ഹോളായിട്ട് വായിക്കേണ്ടത്. ഞാൻ കാരണം അവിടെ ഇവിടെയൊക്കെ കുറച്ച് മിസ് ഔട്ട് ചെയ്തല്ലേ പറയുന്നത്. നിങ്ങൾക്ക് ഹോളായിട്ട് വായിക്കണമെങ്കിൽ ഞാൻ ഇത് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് അത് പോയിട്ട് വായിക്കാം കേട്ടോ. ഓക്കെ, അടുത്തതാണ് റേ സ്റ്റീവൻസൺ. ഐറിഷ് നടനാണ്. ഓക്കെ, റേ സ്റ്റീവൻസൺ ഏതാണ്? ഐറിഷ് നടനാണ്. റെയ്മണ്ട് സ്റ്റീവൻസൺ എന്നാണ് ഇദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. ഇദ്ദേഹത്തിന് നമുക്ക് നല്ലോണം അറിയാം. RRRലെ പ്രതിനായക വേഷത്തിൽ ആ ഒരു എന്താ ജനറൽ ആയിട്ടുണ്ടായിരുന്ന ജനറൽ സ്കോട്ട് അല്ലേ, ജനറൽ സ്കോട്ട് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു വ്യക്തിയാണ് റേ സ്റ്റീവൻസൺ എന്ന് പറയുന്നത്. ഇത് ഓർത്ത് വയ്ക്കുക. റേ സ്റ്റീവൻസണിൻ്റെത് എന്താ നമുക്ക് പറയാൻ പറ്റുക? അദ്ദേഹത്തിന്റെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടില്ലേ, ബുള്ളറ്റ് വരുന്നത് ഒരു റേ ഒക്കെ വരുന്ന പോലെ, പ്രകാശരശ്മി റേ ഒക്കെ വരുന്ന പോലെയല്ലേ, അതിങ്ങനെ മെല്ലെ വരുന്നത്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കുക റേ സ്റ്റീവൻസണിനെ. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് ഡോക്ടർ വെള്ളായണി അർജുനനാണ്. ഓക്കെ, ഡോക്ടർ വെള്ളായണി അർജുനൻ ഇമ്പോർട്ടന്റ് ആണ്. വൈജ്ഞാനിക സാഹിത്യകാരൻ, വിദ്യാഭ്യാസ വിദഗ്ധൻ, ഗവേഷകൻ എന്നീ രീതികളിലൊക്കെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്. ഓർത്തിരിക്കേണ്ടത് സർവ്വവിജ്ഞാനകോശം, വിശ്വവിജ്ഞാനകോശം എന്നിവ തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് വെള്ളായണി അർജുനൻ. ഓക്കെ, ഏതൊക്കെയാണ്? സർവ്വവിജ്ഞാനകോശവും വിശ്വവിജ്ഞാനകോശവും ഒക്കെ തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി അത് വെള്ളായണി അർജുനനാണ്. ഓക്കെ, ഇനി ആൽബി ഡിക്രൂസ്. യുദ്ധേതര സൈനിക സേവനത്തിനുള്ള ധീരതയ്ക്കുള്ള അശോക ചക്രം നേടിയ ആദ്യ മലയാളിയാണ് ആര്? ആൽബി ഡിക്രോസ്. ആദ്യം ആൽബിയാണ് നേടിയത്. എന്ത്? യുദ്ധേതര സൈനിക സേവനത്തിനുള്ള ധീരതയ്ക്കുള്ള അശോക ചക്രം. ദേവകി നമ്പീശൻ.
1956 വേലൂർ മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമരത്തിന്റെ സംഘാടകയായിരുന്നു ദേവകി നമ്പീശൻ. ഹിസ്റ്റോറിക്കലായിട്ടും ചോദിക്കാവുന്നതാണ്, അതുപോലെ തന്നെ കറണ്ട് അഫെയർ ആയിട്ടും ചോദിക്കാൻ പറ്റുന്ന ഒരാളാണ് ദേവകി നമ്പീശൻ. അപ്പം ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്? വേലൂർ മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമരം 1956 അതിന്റെ സംഘാടകയായിരുന്നു ദേവകി നമ്പീശൻ. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. ഡാനിയൽ എൽസ്ബർഗ് വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കയുടെ നിയമവിരുദ്ധവും അധാർമികവുമായിട്ടുള്ള ഇടപെടലുകൾ ലോകശ്രദ്ധയിൽ കൊണ്ടുവന്ന യുദ്ധ വിശകലന വിദഗ്ധൻ ആണ് ഡാനിയൽ എൽസ്ബർഗ്. ഡാനിയലിന് വേറൊന്നും ചെയ്യാനില്ല, എൽസ് ഒന്നും വേറെ, ഹി ഹാസ് നത്തിങ് എൽസ് ടു ഡു, ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അദ്ദേഹം എന്തായി? അദ്ദേഹം യുദ്ധ വിശകലന വിദഗ്ധനായി. നത്തിങ് എൽസ്, ഡാനിയലിന് എൽസ് ഒന്നും ചെയ്യാനില്ല, അപ്പം എന്തായി? അദ്ദേഹം യുദ്ധ വിശകലന വിദഗ്ധനായിട്ട് മാറി. അപ്പം യുഎസിന്റെ ആഭ്യന്തര വകുപ്പിനും പെന്റഗണിനും വേണ്ടി ജോലി ചെയ്ത എൽസ്ബർഗ് 1971 രഹസ്യരേഖകൾ ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള പത്രങ്ങൾക്ക് ചോർത്തി നൽകി. പെന്റഗൺ പേപ്പേഴ്സ് എന്നാണ് രേഖകൾ അറിയപ്പെടുന്നത്. ഓക്കെ, പെന്റഗൺ പേപ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ചോദിച്ചാൽ അതാരാണ്? അത് ഡാനിയൽ എൽസ്ബർഗ് ആണ്. അപ്പം എന്തായിരുന്നു പെന്റഗൺ പേപ്പേഴ്സ് എന്ന് പറയുന്നത്? ന്യൂയോർക്ക് ടൈംസിനൊക്കെ ചോർത്തി നൽകിയ ആ ഒരു ന്യൂസും കാര്യങ്ങളും, ആ ഒരു രഹസ്യരേഖകൾക്കൊക്കെ പറയുന്ന പേരാണ് പെന്റഗൺ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് നമ്മൾ പറഞ്ഞു. അടുത്തതാണ് ജോർജ് ബി ഗുഡിനഫ് ലിഥിയം അയോൺ ബാറ്ററിയുടെ സ്രഷ്ടാവാണ്. ഓക്കെ, ലിഥിയം അയോൺ ബാറ്ററി സ്രഷ്ടാവായിട്ടുള്ള വ്യക്തി ആരാണ്? ജോൺ ബി ഗുഡ് ഇനഫ് ആണ്. നല്ല ഗുഡായിട്ടുള്ള ആളായതുകൊണ്ടാണ് അദ്ദേഹം എന്തുണ്ടാക്കിയത്? നമുക്ക് മൊബൈലൊക്കെ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ലിഥിയം അയോൺ ബാറ്ററി ഒക്കെ ഉണ്ടാക്കി തന്നത് അദ്ദേഹം അത്രയും ഗുഡായിട്ടുള്ള ഒരാളായതുകൊണ്ടല്ലേ. അപ്പം ജോൺ ബി ഗുഡിനഫ് ലിഥിയം അയോൺ ബാറ്ററിയുടെ സ്രഷ്ടാവാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് നൊബേൽ സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. നൊബേൽ ലഭിച്ച ഏറ്റവും പ്രായമേറിയ വ്യക്തി ആണ് ജോൺ ബി ഗുഡിനഫ് എന്ന് പറയുന്നത്. ഓക്കെ, ജോൺ ബി ഗുഡിനഫ്. ഓക്കെ, അടുത്തതാണ് ജൂലിയൻ സാൻഡ്സ്. ഓക്കെ, ജൂലിയൻ സാൻഡ്സ് ബ്രിട്ടീഷ് ചലച്ചിത്ര നടനാണ്. ഓസ്കർ നേടിയിട്ടുള്ള എ റൂം വിത്ത് എ വ്യൂ, എ ഗേൾ വിത്ത് എ ഡ്രാഗൺ ടാറ്റു. ഓക്കെ, അത് ഏതൊക്കെയാണ്? എ റൂം വിത്ത് എ വ്യൂ, ദ ഗേൾ വിത്ത് എ ഡ്രാഗൺ ടാറ്റു തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. ഇനി ഓക്കെ, അടുത്തത് നോക്കിയിരിക്കുന്ന ആളാണ് ദേവകി നിലയങ്കോട്. ഓക്കെ, ദേവകി നിലയങ്കോട് ആരാണ്? എഴുത്തുകാരിയും സാമൂഹിക പരിഷ്കർത്താവുമായിട്ടുള്ള വ്യക്തിയാണ് ദേവകി നിലയങ്കോട്. നേരത്തെ നമ്മൾ ഓൾറെഡി ഒരു ദേവകീനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേതാണ്? ദേവകി നമ്പീശനാണ്. മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇത് ദേവകി നിലയങ്കോട് എഴുത്തുകാരിയാണ്. ആൻഡ് ദേവകി നിലയങ്കോടിന്റെ ആത്മകഥ ഒന്ന് പഠിച്ചു വെക്കാൻ, നഷ്ടബോധങ്ങൾ ഇല്ലാതെ. ഓക്കെ, നഷ്ടബോധങ്ങൾ ഇല്ലാതെ എന്നതാണ് ദേവകി നിലയങ്കോടിന്റെ ആത്മകഥ. അതുപോലെ തന്നെ യാത്ര, കാട്ടിലും നാട്ടിലും, കാലപ്പകർച്ചകൾ, ഇതെല്ലാം ദേവകി നിലയങ്കോടിന്റെ കൃതികളാണ്. അപ്പൊ ഏതൊക്കെയാണ്? യാത്ര, കാട്ടിലും നാട്ടിലും, കാലപ്പകർച്ചകൾ, ഇത് രണ്ടും ദേവകി നിലയങ്കോടിന്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതികളാണ്. ആത്മകഥ എന്ന് പറയുന്നത് നഷ്ടബോധങ്ങൾ ഇല്ലാതെ എന്നതാണ്. ഓക്കെ, അടുത്തതാണ് അച്ചാണി രവി പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവും കശുവണ്ടി വ്യവസായിയുമായിട്ടുള്ള വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള പേര് കെ രവീന്ദ്രൻ നായർ എന്നാണ്. JC ഡാനിയൽ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അച്ചാണി രവി പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവാണ്. ഓക്കെ, അടുത്തതാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി. ഇദ്ദേഹത്തിന് നമുക്ക് ഇവിടെ വിട്ടുപോയി. ആർട്ടിസ്റ്റ് നമ്പൂതിരി ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ആണ്. അത് KM വാസുദേവൻ നമ്പൂതിരി എന്നാണ്. ഓക്കെ, അപ്പം KM വാസുദേവൻ നമ്പൂതിരിയാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി. ആൻഡ് ഇദ്ദേഹത്തിന് ഒരു വിശേഷണമുണ്ട്. അത് VK എന്ന് പറഞ്ഞിട്ടുള്ള സാഹിത്യകാരനിലെ VK എന്നുള്ള സാഹിത്യകാരൻ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് വരയിലെ പരമശിവൻ എന്ന രീതിയിലാണ്. ഓക്കെ, വരയിലെ പരമശിവൻ എന്ന് VK വിശേഷിപ്പിച്ച വ്യക്തിയെ ചോദിച്ചാൽ അത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ്. ആർട്ടിസ്റ്റ് നമ്പൂതിരി കുറേ അധികം പ്രശസ്തരുടെ കൃതികളിലൊക്കെ തന്നെ പോർട്രേറ്റ്സും കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. എക്സാമ്പിൾ ആണ് MT വാസുദേവന്റെ നായരുടെ നമ്മുടെ രണ്ടാം ഊഴത്തിലെ ഭീമനെ, ആ ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എടുത്ത് നോക്കിയിട്ടില്ല. അതിൽ ഭീമനെ വരച്ചിട്ടുള്ളത് ഇദ്ദേഹമാണ്, ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ്. അതുപോലെ തന്നെ VK പിതാമഹൻ, പയ്യൻ കഥകളിലൊക്കെ തന്നെ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് നമ്മുടെ ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ്. ആർട്ടിസ്റ്റ് നമ്പൂതിരി അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കലാമേഖലയിൽ നിന്നായിട്ടുള്ള ക്വസ്റ്റൻ ആയിട്ടും കറണ്ട് അഫെയർ ക്വസ്റ്റൻ ആയിട്ടും നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്തതാണ് മിലൻ കുന്ദേര. ഓക്കെ, മിലൻ കുന്ദേര എന്ന് പറയുന്നത് ചെക്ക് റൈറ്ററാണ്, ചെക്ക് ഫ്രഞ്ച് റൈറ്ററാണെന്ന് പറയാം നമുക്ക് മിലൻ കുന്ദേരനെ. അലക്സ് ഡ്യൂക്ചെക്ക് നേതൃത്വം നൽകിയ പ്രാഗ് വസന്തം എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ നീക്കത്തിൽ കുന്ദേരയും പങ്കാളിയായിരുന്നു. അപ്പോൾ പ്രാഗ് വസന്തവുമായിട്ട് ബന്ധപ്പെട്ട സാഹിത്യകാരൻ അത് മിലൻ കുന്ദേരയാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ബുക്കാണ് ദ ജോക്ക് കേട്ടോ, ദ ജോക്ക്. ഞാനൊക്കെ ലിറ്ററേച്ചർ പഠിച്ച സമയത്ത് പഠിക്കാനുണ്ടായിരുന്ന ഒരു കൃതിയായിരുന്നു ദ ജോക്ക്. ഓക്കെ, ദ ജോക്ക് എഴുതിയിട്ടുള്ള ആരാണ്? മിലൻ കുന്ദേരയാണ്. ഓക്കെ, അടുത്തത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി മരിച്ച ദിവസവും ഇയറും നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ജൂലൈ 18 ഉമ്മൻചാണ്ടി അന്തരിക്കുന്നത് 2023. അദ്ദേഹം നമുക്കറിയാം മുൻ മുഖ്യമന്ത്രി, കോൺഗ്രസ് നേതാവും ഒക്കെ ആയിട്ടുള്ള വ്യക്തിയാണ്. ഇദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇദ്ദേഹം ജനിക്കുന്നത് 1943 ഒക്ടോബർ 31. ഓക്കെ, ഒക്ടോബർ 31 1941 ജനിക്കുന്നു. കോട്ടയം കുമരകത്താണ് ഇദ്ദേഹത്തിന്റെ ജനനം. ഓക്കെ, കോട്ടയത്ത് കുമരകത്താണ് ഇദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹം
ആദ്യമായിട്ട് മത്സരിച്ച മണ്ഡലം ചോദിച്ചാൽ അത് പുതുപ്പള്ളിയാണ് കേട്ടോ. പുതുപ്പള്ളിയിൽ നിന്ന് 1970 ഇദ്ദേഹം ആദ്യമായിട്ട് മത്സരിക്കുന്നത്. അങ്ങനെ 1970 മുതൽ 2023 വരെ തുടർച്ചയായിട്ട് 12 തവണ ഇദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. ഓക്കെ, പുതുപ്പള്ളി മണ്ഡലം തന്നെയാണ് ഇദ്ദേഹം എപ്പോഴും മത്സരിച്ചിട്ടുള്ളൂ. 1970 മുതൽ 2023 വരെ തുടർച്ചയായിട്ട് 12 തവണ ഇദ്ദേഹം പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്നിട്ടുണ്ട്, മത്സരിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. ആൻഡ് ഇദ്ദേഹം 2 തവണ കേരള മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. 2004 മുതൽ 6 വരെയും അതുപോലെ തന്നെ 2011 മുതൽ 16 വരെയും. ഓക്കെ, ഓർത്തിരിക്കുക. 2004 മുതൽ 6 വരെയും 11 മുതൽ 16 വരെയും ഇദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അദ്ദേഹം ആദ്യമായിട്ട് മന്ത്രിയാവുന്നത് 1977 ടു 78 കാലഘട്ടത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് ഒരു മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പം 77, 78 കാലത്ത് അദ്ദേഹം ആദ്യമായിട്ട് മന്ത്രിയാവുന്നു. അത് ആദ്യത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ടായിരുന്നു അദ്ദേഹം ആദ്യമായിട്ട് വന്നത്. ഓക്കെ, അപ്പം 2004 മുതൽ 2006 വരെ അദ്ദേഹം എന്തായിരുന്നു? കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം 2006 ടു 11 വരെ, 2006 മുതൽ 11 വരെ ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. ആൻഡ് വീണ്ടും 11 ശേഷം വീണ്ടും 11 മുതൽ 16 വരെ വീണ്ടും അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ക്രോണോളജി പഠിക്കാൻ വേണ്ടിയിട്ട് സുഖമാണ്. 2004 ടു 2006 മുഖ്യമന്ത്രിയായി, 2006 ടു 11 പ്രതിപക്ഷ നേതാവായി, 11 ടു 16 വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് മാറി. 2006 സ്വിറ്റ്സർലൻഡിൽ നടന്നിട്ടുള്ള 35ാമത് സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്തു. അങ്ങനെ പങ്കെടുക്കുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. ഓക്കെ, അപ്പം സ്വിറ്റ്സർലൻഡിലെ സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മുഖ്യമന്ത്രി അത് ഉമ്മൻചാണ്ടി ആയിരുന്നു. വർഷം ഒന്ന് ഓർത്തിരിക്കുക, 2006. ഓക്കെ, അത് ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരൊന്ന് ഓർത്തിരിക്കുക, കാലം സാക്ഷിയാണ്. ഓക്കെ, കാലം സാക്ഷി എന്നതാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥ. ആൻഡ് ജീവചരിത്ര രേഖയാണ് തുറന്നിട്ട വാതിൽ. ഇത് തമ്മിൽ തെറ്റിപ്പോവാറുണ്ട്. അടുത്തതാണ് വക്കം പുരുഷോത്തമൻ, കോൺഗ്രസ് നേതാവ്, മുൻ ഗവർണർ, മുൻ മന്ത്രി, നിയമസഭാ സ്പീക്കർ, ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ സ്പീക്കർ ആയിട്ടുള്ള റെക്കോർഡിനൊക്കെ ഉടമയായിട്ടുള്ള വ്യക്തിയാണ് വക്കം പുരുഷോത്തമൻ. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ സ്പീക്കർ ആയിട്ടുള്ള വ്യക്തിയാണ് വക്കം പുരുഷോത്തമൻ. അതുപോലെ തന്നെ അദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവായിരുന്നു, ഗവർണർ ആയിട്ടുണ്ട്, മന്ത്രിയായിട്ട് ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് വക്കം പുരുഷോത്തമൻ. അടുത്തത് ഗദ്ദറാണ്. ഓക്കെ, ഗദ്ദർ എന്ന് പറഞ്ഞ വിപ്ലവ ഗായകനാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഗുമ്മട്ടി വിത്തൽ റാവു എന്നാണ്. അപ്പൊ ഗുമ്മട്ടി വിത്തൽ റാവു ആണ് ഗദ്ദർ. അദ്ദേഹം വിപ്ലവ ഗായകനാണ്, മുൻ നക്സലേറ്റ് കൂടിയാണ് ഗദ്ദർ എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്താണ് ഡോക്ടർ സി ആർ റാവു. ഡോക്ടർ സി ആർ റാവു ആരാണ്? സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആണ്, സ്ഥിതിവിവര ശാസ്ത്രത്തിലെ പ്രതിഭയാണ് സി ആർ റാവു. പിറ്റ്സ്ബർഗ്, പെൻസിൽവാനിയ സർവകലാശാലകളിലെ അധ്യാപകനായിരുന്ന വ്യക്തിയാണ് സി ആർ റാവു. അടുത്തതാണ് ജയന്ത മഹാപത്ര. ജയന്ത മഹാപത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്, ഇംഗ്ലീഷ് ഇന്ത്യൻ കവിയാണ്. ഇംഗ്ലീഷ് കവിതയിലൂടെ ആദ്യമായിട്ട് സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കവിയാണ് ജയന്ത മഹാപത്ര. ഓക്കെ, അപ്പം എന്താണ്? ഇംഗ്ലീഷ് കവിതയിലൂടെ ആദ്യമായിട്ട് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കവി അത് ജയന്ത മഹാപത്രയാണ്. ആ കൃതിയുടെ പേരൊന്ന് ഓർത്തിരിക്കുക, റിലേഷൻഷിപ്സ് എന്നതാണ് കേട്ടോ. റിലേഷൻഷിപ്സ് എന്ന കൃതിക്കാണ് ഇദ്ദേഹത്തിന് എന്ത് കിട്ടുന്നത്? സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. ഓക്കെ, അടുത്തത് ആണ് അജിത് നൈനാൻ. ഓക്കെ, അജിത് നൈനാൻ എന്ന് പറഞ്ഞ പ്രമുഖ രാഷ്ട്രീയ കാർട്ടൂണിസ്റ്റ് ആണ്. ഓക്കെ, അജിത് നൈനാൻ ആരാണ്? പ്രമുഖ രാഷ്ട്രീയ കാർട്ടൂണിസ്റ്റ് ആണ്. കുട്ടികളുടെ മാസികയായിട്ടുള്ള ടാർഗറ്റിൽ വരച്ചിരുന്ന ഡിറ്റക്റ്റീവ് മൂച്ചുവാല എന്ന കാർട്ടൂൺ കഥാപാത്രം ശ്രദ്ധേയമാക്കിയ വ്യക്തിയാണ് അജിത് നൈനാൻ. അപ്പം ഡിറ്റക്റ്റീവ് മൂച്ചുവാല ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? അജിത് നൈനാനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ കാർട്ടൂണിസ്റ്റ് ആയിരുന്നു. ഓക്കെ, ഇയാൻ വിൽമുട്ട് സെപ്റ്റംബർ 10 അന്തരിക്കുകയുണ്ടായ ബ്രിട്ടീഷ് ഭ്രൂണശാസ്ത്രജ്ഞനാണ്. ഇയാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ക്ലോണിങ്ങിലൂടെ ഡോളി എന്ന ചെമ്മരിയാടിനെ സൃഷ്ടിച്ചത്. അപ്പൊ നമുക്കറിയാം ആദ്യത്തെ ക്ലോണിങ്ങിലൂടെ ഉണ്ടായിട്ടുള്ള മൃഗമാണ് ഡോളി എന്ന് പറഞ്ഞ ചെമ്മരിയാടാണ് ഡോളി. അതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഇയാൻ വിൽമുട്ട്. ഓക്കെ, അടുത്തതാണ് കെ ജി ജോർജ്. ഓക്കെ, കെ ജി ജോർജ് മലയാള സിനിമയിലെ പ്രതിഭകളുടെ കയ്യൊപ്പ് പതിപ്പിച്ച ചലച്ചിത്രകാരനാണ്. അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായിട്ടുള്ള സ്വപ്നാടനത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചു. അപ്പം സ്വപ്നാടനം എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? അത് കെ ജി ജോർജ് ആണ്. അദ്ദേഹത്തിന് അതിന് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തതാണ് റംല ബീഗം. റംല ബീഗത്തിനെ കുറിച്ച് ഓർത്തിരിക്കുക, മാപ്പിളപ്പാട്ട് ഗായികയും കഥാപ്രസംഗകയൊക്കെ ആയിട്ടുള്ള വ്യക്തിയാണ് റംല ബീഗം. ഓക്കെ, ഇതൊക്കെ ഞാൻ പറഞ്ഞു പോകണമെങ്കിൽ ലാസ്റ്റ് ഇതെല്ലാം ഞാൻ ഒരു സമ്മറൈസ്ഡ് ഫോമിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് മൈക്കൽ ഗാംബൻ ആണ്. മൈക്കൽ ഗാംബൻ ഇമ്പോർട്ടൻ്റ് ആണ്, ബ്രിട്ടീഷ് നടനാണ്. ഹാരി പോട്ടർ സിനിമാ പരമ്പരയിലെ പ്രൊഫസർ ഡംബിൾഡോർ, കണ്ണടയൊക്കെ ഇട്ടിട്ടുള്ള പ്രൊഫസർ ഡംബിൾഡോർ എന്ന കഥാപാത്രമായിട്ട് അഭിനയിച്ച വ്യക്തിയായിരുന്നു മൈക്കൽ ഗാംബൻ എന്ന് പറയുന്നത്. അദ്ദേഹം അന്തരിക്കുകയുണ്ടായി. ഓക്കെ, അടുത്തതാണ് സുകുമാറിനെ ഓർത്തിരിക്കുക. നമ്മൾ ഓൾറെഡി നേരത്തെ ഒരാൾ നൈനാനെ പറഞ്ഞു, അദ്ദേഹം കാർട്ടൂണിസ്റ്റ് ആണ്. ഏത് രാഷ്ട്രീയ കാർട്ടൂണിസ്റ്റ് ആയിരുന്നു? ഇത് കാർട്ടൂണിസ്റ്റ് ആണ് സുകുമാർ, കാർട്ടൂണിസ്റ്റ്. ആൻഡ് ഓർത്തിരിക്കേണ്ടത് കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപകനാണ് സുകുമാർ. ഓക്കെ, അപ്പം എന്താണ്? കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപകൻ സുകുമാറാണ്.
ഓക്കെ, അടുത്തത് ആനത്തലവട്ടം ആനന്ദനാണ്. മുതിർന്ന CPM നേതാവും മുൻ MLA, CITU സംസ്ഥാന പ്രസിഡന്റുമൊക്കെ ആയിരുന്ന വ്യക്തിയായിരുന്നു ആനത്തലവട്ടം ആനന്ദൻ. ഓക്കെ, ഇനി കാർത്തിയായനിയമ്മനെ നമ്മൾ PSC പഠിക്കുന്ന കാലം മുതൽ പഠിച്ചിട്ടുള്ളതായിരിക്കാം. കാർത്തിയായനിയമ്മ എന്താണ്? കേരള സാക്ഷരതാ മിഷന്റെ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ഏറ്റവും പ്രായമുള്ളയാൾ എന്ന നിലയിൽ പ്രശസ്തയായിട്ടുള്ളതും റെക്കോർഡൊക്കെയുള്ള വ്യക്തിയാണ് കാർത്തിയായനിയമ്മ. 101ാമത്തെ വയസ്സിലാണ് ഇവർ അന്തരിക്കുന്നത്. ആൻഡ് ഈ ഒരു ഫാക്ട് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ പ്രൊഫസർ T ശോഭീന്ദ്രൻ, നിങ്ങൾ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും പ്രകൃതി മനുഷ്യൻ എന്നൊക്കെ രീതിയിൽ അദ്ദേഹത്തിന് വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പച്ചയും ഒരു വേഷം മാത്രമേ അദ്ദേഹത്തിന് നമ്മൾ ധരിച്ചിട്ട് കാണാറുള്ളൂ. പരിസ്ഥിതി പ്രവർത്തകനാണ്. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലെ അധ്യാപകനായിട്ടുള്ള വ്യക്തിയാണ്. പരിസ്ഥിതിക്ക് വേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ശോഭീന്ദ്രൻ മാഷ്. ഓക്കെ, അടുത്തതാണ് PV ഗംഗാധരൻ. പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവ്, രാഷ്ട്രീയ നേതാവ്, മാതൃഭൂമിയുടെ മുഴുവൻ സമയ ഡയറക്ടർ എന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ച വ്യക്തിയാണ് PV ഗംഗാധരൻ. ഓക്കെ, അടുത്താണ് ലൂയിസ് ഗ്ലക്ക്. ലൂയിസ് ഗ്ലക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ 2020 നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് ലൂയിസ് ഗ്ലക്ക്. സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരമാണ് അന്ന് ലൂയിസ് ഗ്ലക്കിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇവർ ഏത് രാജ്യത്തെ എഴുത്തുകാരിയാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കൻ എഴുത്തുകാരിയാണ്. ഓക്കെ, അടുത്തത് മാത്യു പെറിയാണ്. ഓക്കെ, നിങ്ങൾ ഫ്രണ്ട്സ് സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കാണുന്നുണ്ടാവും നിങ്ങൾ മാത്യു പെറിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അമേരിക്കൻ നടനാണ്. ഫ്രണ്ട്സ് എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തിയാണ് മാത്യു പെറി. PK നാരായണൻ നമ്പ്യാരാണ്. PK നാരായണൻ നമ്പ്യാർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്, ഓർത്തിരിക്കുക. ഇദ്ദേഹം ഒരു കൂടിയാട്ട ആചാര്യനായിരുന്നു. ചാക്യാരല്ലാത്തയാൾ വേഷം കെട്ടരുതെന്ന നിബന്ധന തെറ്റിച്ച് 1952 കുഞ്ചൻ സ്മാരക വായനാശാലയിൽ നടന്ന സമ്മേളന പരിപാടിയിൽ അരങ്ങിലെത്തിയ വ്യക്തിയാണ് PK നാരായണൻ നമ്പ്യാർ. ഓക്കെ, അപ്പം കൂടിയാട്ടം ചാക്യാന്മാരാണ് എപ്പോഴും കളിക്കുന്നത്. പക്ഷെ ഇവിടെ അദ്ദേഹം ആദ്യമായിട്ട് ആ ഒരു ആചാരം, ആ ഒരു നിബന്ധന തെറ്റിച്ചുകൊണ്ട് 52 കുഞ്ചൻ സ്മാരക വായനശാലയിൽ ആദ്യമായിട്ട് അദ്ദേഹം അരങ്ങിലെത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ്. PK നാരായണൻ നമ്പ്യാറാണ്. നമ്പ്യാർ കൂടിയാട്ടം ആചാര്യനാണ്. അടുത്തതാണ് AS ബയാറ്റ്. ഓക്കെ, AS ബയാറ്റ് എന്താണ്? ഇംഗ്ലീഷ് എഴുത്തുകാരിയും നിരൂപകയുമാണ്. ചരിത്ര നോവലായിട്ടുള്ള പൊസഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പൊസഷൻസ് നോവൽ, അതിന് ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് എഴുതിയിട്ടുള്ളത് AS ബയാറ്റ് ആണ്. ഓക്കെ, AS ബയാറ്റ്. അടുത്തതാണ് വെങ്കിട്ടരമണൻ. ഓക്കെ, വെങ്കിട്ടരമണൻ എന്ന് പറയുന്നത് ആരാണ്? റിസർവ് ബാങ്കിന്റെ മുൻ ഗവർണർ, അതായത് 18ാമത്തെ ഗവർണർ. ആ നമ്പർ ഒന്ന് ഓർത്തു വരിക. അപ്പം അദ്ദേഹം അന്തരിക്കുന്നതും അങ്ങനെയാണ്. നവംബർ 18-നാണ് അദ്ദേഹം അന്തരിക്കുന്നത്. 18ാമത് RBI ഗവർണറുമായിരുന്നു വെങ്കിട്ടരമണൻ എന്ന് പറഞ്ഞത്. കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിയും കൂടിയാണ് വെങ്കിട്ടരമണൻ. ഓക്കെ, അടുത്തതാണ് ബുദ്ധിനി. എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരിക നമ്മൾക്ക് സാറാ ജോസഫിന്റെ ആ ഒരു നോവലാണ്. അതിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പം എത്രാമത്തെ ഓടക്കുഴൽ അവാർഡ് ആണെന്ന് ചോദിച്ചാൽ ഇതാണ്, അത് 51ാമത്തെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുള്ള സാറാ ജോസഫിന്റെ കൃതിയാണ് ബുദ്ധിനി എന്ന് പറയുന്നത്. അപ്പം ആരാണ് ബുദ്ധിനി എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ആ ഒരു നോവൽ. അപ്പോൾ ബുദ്ധിനി എന്ന് പറയുന്നത് ദാമോദർ നദിയിലെ പാഞ്ചേത്ത് അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യാനെത്തിയ നെഹ്റുവിനെ മാലയിട്ട് സ്വീകരിച്ചതിനാൽ അദ്ദേഹത്തെ വിവാഹം ചെയ്തതായിട്ട് ഗോത്ര വിഭാഗം കണക്കാക്കുകയും ബുദ്ധിനിയെ ഊരുവിലക്ക് ചെയ്യുകയും ചെയ്തു. സാറാ ജോസഫിന്റെ ബുദ്ധിനി എന്ന നോവൽ ഇവരുടെ കഥയാണ്. ഒപ്പം ഏതാണ്? ദാമോദർ നദിയിലെ പാഞ്ചേത്ത് അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള നെഹ്റുവിനെ മാലയിട്ടു എന്നുള്ള കാരണം കൊണ്ട് ബഹിഷ്കരിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയായിരുന്നു ബുദ്ധിനി. ആൻഡ് അവരുടെ സ്റ്റോറിയാണ് സാറാ ജോസഫ് ബുദ്ധിനി എന്ന നോവലിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് 51ാമത് ഓടക്കുഴൽ പുരസ്കാരമാണ് ലഭിച്ചത്. ഓക്കെ, അടുത്തതാണ് ജസ്റ്റിസ് M ഫാത്തിമ ബീവിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അതിനെക്കുറിച്ചിട്ട് എടുത്തെടുത്ത് പറയുന്നില്ല. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായിരുന്നു ഫാത്തിമ ബീവി. ഈ പദവിയിൽ എത്തുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ മുസ്ലിം വനിത കൂടിയാണ് ജസ്റ്റിസ് M ഫാത്തിമ ബീവി. തമിഴ്നാട് ഗവർണറുമായിരുന്നു ഫാത്തിമ ബീവി. ഓക്കെ, അടുത്തതാണ് ശങ്കര നേത്രാലയയുടെ സ്ഥാപകനും നേത്രരോഗ വിദഗ്ധനുമായിട്ടുള്ള ഡോക്ടർ ബദ്രിനാഥ്. ഓക്കെ, ബദ്രിനാഥ്. നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഭദ്രമായിട്ട് കൊണ്ടുവയ്ക്കണമെങ്കിൽ നമ്മൾ കണ്ണൊക്കെ വേണ്ടേ? നല്ല കണ്ണൊക്കെ ഉണ്ട്, നല്ലോണം നോക്കിയിട്ടും കാഴ്ചയൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും സാധനമൊക്കെ ഭദ്രമായിട്ടൊക്കെ എടുത്തു വെക്കാൻ പറ്റുള്ളൂ. അപ്പം ഡോക്ടർ ബദ്രിനാഥ് ആരാണ്? നേത്രരോഗ വിദഗ്ധനാണ് എന്നത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തതാണ് വത്സലയും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരുടെ രണ്ടുപേരുടെയും, വത്സലയുടെയും അതുപോലെ തന്നെ ഫാത്തിമ ബീവിയുടെയും ഡേറ്റ്സ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. നവംബർ 21-നാണെങ്കിൽ വത്സലയാണ്, 23-നാണെങ്കിൽ അത് ഫാത്തിമ ബീവിയാണ്. ഓക്കെ, അപ്പോൾ വത്സല എഴുത്തുകാരിയാണ്. വയനാടിൻ സാമൂഹ്യ ജീവിതത്തെ പശ്ചാത്തലമാക്കി ഒരു നോവൽ ത്രയം വത്സല എഴുതിയിട്ടുണ്ട്. നെല്ല്, ആഗ്നേയം, കൂമൻകൊല്ലി എന്ന ആ ഒരു ട്രിലജിയാണ് വത്സലയുടേത്, വയനാട് സാമൂഹ്യ ജീവിതത്തെ കുറിച്ചിട്ടുള്ളത്. ഓക്കെ,
എഴുത്തച്ഛൻ പുരസ്കാരം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഏത് വർഷമാണ് ലഭിക്കുന്നത്? 2021 കേട്ടോ. 2021 സമഗ്ര സംഭാവനയ്ക്കുള്ള എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് പി വത്സലയ്ക്കായിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുകൂടാതെ തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും പത്മപ്രഭ പുരസ്കാരവും ഒക്കെ തന്നെ പി വത്സലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, 2023 നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫുട്ബോൾ പ്രതിഭ അല്ലെങ്കിൽ ഫുട്ബോൾ ഇതിഹാസമായിരുന്നു പെലെ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. ലോക ഫുട്ബോൾ ഇതിഹാസം പെലെ ഓർമ്മയായി. ലാറ്റിൻ അമേരിക്കൻ സ്വത്വബോധവും സംസ്കാരവും ഫുട്ബോളുമായി ഇഴുകിച്ചേർന്നത് പെലെയുടെ വരവോട് കൂടിയിട്ടായിരുന്നു. ഞാൻ പെലേനെ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്തായാലും ഒന്ന് പഠിച്ചിരിക്കേണ്ടതുണ്ട്. എഡ്സൺ അറാൻസ് ഡോ നാസിമെന്റോ എന്നതാണ്. ഓക്കെ, എഡ്സൺ അറാൻസ് ഡോ നാസിമെന്റോ എന്നതാണ് പെലെയുടെ പൂർണ്ണനാമം. ബ്രസീലിനു വേണ്ടി 3 ലോകകപ്പുകൾ ഇദ്ദേഹം നേടിക്കൊടുത്തിട്ടുണ്ട്. 2000 ഫിഫ നൂറ്റാണ്ടിന്റെ താരമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പം 1997 ബ്രിട്ടീഷ് സർക്കാർ സർ പദവി നൽകി ആദരിച്ചു. ഓക്കെ, ഇപ്പം 97 സർ പദവി നൽകി ആദരിച്ചു. 99 രാജ്യാന്തര ഒളിമ്പിക് സമിതി നൂറ്റാണ്ടിന്റെ കായിക താരമായിട്ട് പെലെയെ തെരഞ്ഞെടുത്തു. അപ്പോൾ എന്തൊക്കെയാണ് നടന്നത്? 97 ബ്രിട്ടീഷ് സർക്കാർ സർ പദവി നൽകി. 99 രാജ്യാന്തര ഒളിമ്പിക് സമിതി നൂറ്റാണ്ടിന്റെ കായിക താരമായിട്ട് പെലെയെ തെരഞ്ഞെടുത്തു. ഫിഫയുടെ നൂറ്റാണ്ടിന്റെ താരമായിട്ട് ഇദ്ദേഹത്തിനെ പ്രഖ്യാപിക്കുന്നത് 2000 ഓക്കെ, അതാണ് പെലെനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് തിങ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു ഫുട്ബോൾ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ പ്രശസ്ത ഫ്രഞ്ച് ഫുട്ബോൾ താരമായിട്ടുള്ള ജസ്റ്റ് ഫൊണ്ടെയ്ന് അന്തരിച്ചു. അപ്പം ജസ്റ്റ് ഫൊണ്ടെയ്ന് ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഫുട്ബോൾ താരമാണ്. അത് ഫ്രഞ്ച് ഫുട്ബോൾ താരമാണ് ജസ്റ്റ് ഫൊണ്ടെയ്ൻ എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? ഒരു ഫുട്ബോൾ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ഫ്രഞ്ച് ഫുട്ബോൾ താരമാണ്. 1958 ലോകകപ്പിലാണ് ഇദ്ദേഹം 6 മത്സരങ്ങളിലായിട്ട് 13 ഗോളുകൾ നേടിയിട്ടുള്ളത്. ഓക്കെ, അടുത്തതാണ് അർജുന അവാർഡ് നേടിയ ആദ്യത്തെ ക്രിക്കറ്റ് താരം. അത് സലീം ദുറാനിയാണ്. ഓക്കെ, എന്താണ് അർജുന അവാർഡ് നേടിയ ആദ്യത്തെ ക്രിക്കറ്റ് താരം? സലീം ദുറാനി. ഇനി 10 സെക്കൻഡിന് താഴെ 100 മീറ്റർ ഓടിയെത്തിയ ആദ്യ താരം എന്ന റെക്കോർഡ് ഉള്ളത് അമേരിക്കൻ സ്പ്രിന്റർ ആയിട്ടുള്ള ജിം ഹൈൻസിനാണ്. ഓക്കെ, അദ്ദേഹവും അന്തരിച്ചു. അപ്പം ജിം ഹൈൻസ് ഓക്കെ ഹൈ സ്പീഡിൽ ഓടി എത്തിയാണ് ആര്? അമേരിക്കൻ സ്പ്രിന്റർ ആയിട്ടുള്ള ജിം ഹൈൻസ്. അതുകൊണ്ട് തന്നെ 10 സെക്കൻഡിന് താഴെ 100 മീറ്റർ ഓടിയെത്തിയ ആദ്യ താരം അത് ജിം ഹൈൻസ് ആണ്. ഇനി കേരള രഞ്ജി ക്രിക്കറ്റ് മുൻ ക്യാപ്റ്റൻ കെ ജയറാം അന്തരിച്ചു. ഓക്കെ, അപ്പൊ കെ ജയറാം ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ്? ക്രിക്കറ്റ് രഞ്ജി ട്രോഫിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് കെ ജയറാം. ഓക്കെ, അടുത്തത് പ്രമുഖ ഗ്രന്ഥകാരനും സാമൂഹിക പരിഷ്കർത്താവുമായിട്ടുള്ള സാധു ഇട്ടിയവര അന്തരിച്ചു. മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള അന്തർദേശീയ ബഹുമതിയായിട്ടുള്ള ആൽബർട്ട് ഷെയ്റ്റ്സ് അവാർഡ്, ആൽബേറിയൻ ഇന്റർനാഷണൽ അവാർഡ് എന്നിവ ലഭിച്ച വ്യക്തിയാണ് സാധു ഇട്ടിയവര. ഓക്കെ, അപ്പം സാധു ആണ് അല്ലേ, സമൂഹത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സാധു ആയിട്ടുള്ള വ്യക്തിയാണ് സാധു ഇട്ടിയവര എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സാധു ആയിട്ടുള്ള ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അന്തർദേശീയ ബഹുമതിയായിട്ടുള്ള ആൽബർട്ട് ഷെയ്റ്റ്സ് അവാർഡും അതുപോലെ തന്നെ ആൽബേറിയൻ ഇന്റർനാഷണൽ അവാർഡൊക്കെ ഇദ്ദേഹത്തിന് ലഭിച്ചു. ഓക്കെ, ഇനി പ്രശസ്ത യുവചിത്രകാരനായിട്ടുള്ള മിഥുൻ മോഹൻ അന്തരിച്ചു. ഓക്കെ, മിഥുൻ മോഹൻ എന്താണ്? യുവ ചിത്രകാരനാണ്. കരയിൽ നിന്നും കടലിലേക്ക് നീങ്ങുന്ന ഭാവനകൾ എന്ന പ്രശസ്ത ചിത്രകലാ പരമ്പരയുടെ സ്രഷ്ടാവിനെ ചോദിച്ചാൽ അത് മിഥുൻ മോഹനാണ്. ഓക്കെ, മിഥുൻ മോഹന്റെ പ്രശസ്തമായിട്ടുള്ള പരമ്പര ഏതാണ്? കരയിൽ നിന്നും കടലിലേക്ക് നീങ്ങുന്ന ഭാവനകൾ. വിഖ്യാത ഗായിക ടീന ടേണർ അന്തരിച്ചു. ടീന ടേണർ റോക്ക് ആൻഡ് റോൾ രാജ്ഞി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ടീന ടേണർ. ഓക്കെ, ടീന ടേണർ റോക്ക് ആൻഡ് റോൾ രാജ്ഞി എന്ന പേരിൽ അറിയപ്പെടുന്നു. സോ ഈ ഒരു ഫ്രേസ് എടുത്തൊക്കെ ചോദിക്കാവുന്നതാണ്. അടുത്തത് കഴക്കൂട്ടം മുൻ MLA-യും യൂണിവേഴ്സിറ്റി കോളേജ് മുൻ പ്രിൻസിപ്പലും നെടുമങ്ങാട് നഗരസഭ അധ്യക്ഷയുമായിരുന്ന പ്രൊഫസർ നബീസ ഉമ്മാൾ അന്തരിച്ചു. ഓക്കെ, നബീസ ഉമ്മാൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം വനിതയാണ് നബീസ ഉമ്മാൾ. നബീസ ഉമ്മാൾ എന്താണ്? മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം MA നേടിയിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം വനിതയാണ്. 2000 രാഷ്ട്രപതിയുടെ സ്ത്രീ ശാക്തീകരണ പുരസ്കാരം നബീസ ഉമ്മാൾക്ക് ലഭിച്ചു. വിഖ്യാത സരോദ് വാദകനായിട്ടുള്ള പണ്ഡിറ്റ് രാജീവ് താരാനാഥ് വിടവാങ്ങി. ഓക്കെ, പണ്ഡിറ്റ് രാജീവ് താരാനാഥ് ഏതാണ്? സരോദ് വാദകനാണ്. G. അരവിന്ദന്റെ കാഞ്ചന സീത, ഒരിടത്ത്, പോക്കുവെയിൽ, അതുപോലെ തന്നെ MTയുടെ കടവ് തുടങ്ങിയ ലോകശ്രദ്ധ നേടിയ മലയാള ചിത്രങ്ങളിലൊക്കെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്ത വ്യക്തിയാണ് പണ്ഡിറ്റ് രാജീവ് താരാനാഥ്. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി രാജ്യത്തെ വന്യജീവി സംരക്ഷണ രംഗത്ത് അമൂല്യ സംഭാവന നൽകിയ പ്രമുഖ വന്യജീവി ശാസ്ത്രജ്ഞനായിട്ടുള്ള അസീർ ജവഹർ തോമസ് ജോൺ സിംഗ് അന്തരിച്ചു. ഓക്കെ, കുറച്ച് വലിയ പേരാണ്. അസീർ ജവഹർ തോമസ് ജോൺ സിംഗ്. അതിൽ നമുക്ക് വന്യജീവി നമ്മൾ ഷെയർ എന്ന് പറയുമല്ലോ, നമ്മൾ ഷെയർ സീർ എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. അസീർ ഷെയർ ആണ്. അപ്പോൾ വന്യജീവി സംരക്ഷണ രംഗത്തുള്ള വ്യക്തിയാണ് അസീർ ജവഹർ തോമസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വിമാന അപകടത്തിൽ അന്തരിച്ചിട്ടുള്ള നമ്മളുടെ പ്രസിഡന്റും ആരൊക്കെയാണ് എന്നുള്ള രീതിയിൽ ചോദ്യം ചോദിച്ചാൽ അത് സൗലോസ് കോസ് ചിലിമയും പത്നിയുമാണ്. അവർ എവിടുത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു? ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള മലാവിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു സൗലോസ് കോസ് ചിലിമ എന്ന് പറയുന്നത്. ഇനി ഭൂമിയുടെ ഉദയം ക്യാമറയിൽ പകർത്തിയ
US ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് വില്യം ആൻഡേഴ്സ്. ഓക്കെ, ഭൂമിയുടെ ഉദയം ക്യാമറയിൽ പകർത്തിയ ആദ്യ US ബഹിരാകാശ ശാസ്ത്രജ്ഞൻ അത് വില്യം ആൻഡേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച ഇറാന്റെ പ്രസിഡന്റ് ആണ് ഇബ്രാഹിം റൈസി. ഓക്കെ, ഇബ്രാഹിം റൈസി എവിടത്തെയാണ്? ഇബ്രാഹിം റൈസി ഇറാനിന്റെ പ്രസിഡന്റ് ആണ്. ഇദ്ദേഹം ഹെലികോപ്റ്റർ അപകടത്തിലാണ് അന്തരിക്കുകയുണ്ടായത്. ഇനി ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ ഇമ്പോർട്ടൻ്റ് ആണ്. ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി അത് രഘുനന്ദൻ ശ്രീനിവാസ് കമ്മത്താണ്. അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയുന്നത്? നാച്ചുറൽസ് എന്ന് പറയുന്ന ഒരു ഐസ്ക്രീം ബ്രാൻഡ് ഉണ്ടല്ലോ, അതിന്റെ സ്ഥാപകനാണ് ഈ ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന രഘുനന്ദൻ ശ്രീനിവാസ് കമ്മത്ത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നമ്മൾ ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് രണ്ടുപേരും 2 സിനിമാ സംവിധായകരാണ്, ഹരികുമാറും അതുപോലെ തന്നെ സംഗീത് ശിവനും. ഓക്കെ, സംഗീത് ശിവന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ചലച്ചിത്രം യോധയാണ്. ഹരികുമാറിന്റെ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത സിനിമയാണ് സുകൃതം. ഓക്കെ, സുകൃതം ഹരികുമാറിൻ്റെതാണ്. അതുപോലെ സംഗീത് ശിവന്റേതാണ് യോധ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മേള ആചാര്യനായിട്ടുള്ള അരവിന്ദാക്ഷൻ മാരാർ അന്തരിച്ചു. അപ്പം അരവിന്ദാക്ഷൻ മാരാർ ആരാണ്? മേള ആചാര്യനാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. 2013 ഭൗതിക ശാസ്ത്ര നൊബേൽ ജേതാവും ഹിഗ്സ് ബോസോൺ കണത്തിന്റെ ഉപജ്ഞാതാവുമായിട്ടുള്ള പീറ്റർ ഹിഗ്സ് അന്തരിച്ചു. 2023 ഇദ്ദേഹം അന്തരിക്കുന്നത്. അപ്പം എന്താണ്? 2013 ഇദ്ദേഹത്തിന് ഫിസിക്സിന് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. ഹിഗ്സ് ബോസോൺ കണത്തിന്റെ ഉപജ്ഞാതാവുമാണ് ആരെന്ന് പറയുന്നത്? പീറ്റർ ഹിഗ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമീബിയൻ പ്രസിഡന്റും ഈ അടുത്ത് അന്തരിക്കുകയുണ്ടായി. ഹാഗെ ഗെയിൻഗോബ് ആണ്. ഓക്കെ, ഹാഗെ ഗെയിൻഗോബ് നമീബിയയുടെ പ്രസിഡന്റ് ആണ്. ഇദ്ദേഹവും അന്തരിക്കുകയുണ്ടായി. ഓക്കെ, ഇനി NK ദേശം. NK ദേശം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കവിയും നിരൂപകനുമായിട്ടുള്ള വ്യക്തിയാണ് NK ദേശം എന്ന് പറയുന്നത്. N കുട്ടിക്കൃഷ്ണൻ പിള്ള എന്നാണ് ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം. ആൻഡ് ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതി എന്ന് പറയുന്നത് ടാഗോറിന്റെ ഗീതാഞ്ജലിയുടെ വിവർത്തനം ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന് 2017 വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് NK ദേശത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, 2017 എന്താ ചെയ്തത്? ഗീതാഞ്ജലിയുടെ ട്രാൻസ്ലേഷൻ, മലയാളം ട്രാൻസ്ലേഷൻ ഇദ്ദേഹം ചെയ്തു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത് 2009 ആൻഡ് അദ്ദേഹത്തിന് കിട്ടിയ കൃതി എന്ന് പറയുന്നത് അത് മുദ്രയാണ് കേട്ടോ. മുദ്ര എന്ന കൃതിക്ക് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നത്? കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ് ചൊട്ടയിലെ ശീലം, അന്തിമലരി, കന്യാഹൃദയം, അപ്പൂപ്പൻ താടി എന്നൊക്കെ പറയുന്ന കുറേ അധികം ഉണ്ട്. ഇത് ഈ ഒരു 4 എപ്പോഴും ഇങ്ങനെ കണ്ടുവരുന്നതാണ് എല്ലായിടത്തും. ചൊട്ടയിലെ ശീലം, അന്തിമലരി, കന്യാഹൃദയം, അതുപോലെ തന്നെ അപ്പൂപ്പൻ താടി. ഇനി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആയിട്ടുള്ള ദത്താജി റാവു ഗൈക്വാദ് അന്തരിച്ചു. അപ്പം ദത്താജി റാവു ഗൈക്വാദ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം താരം. അപ്പൊ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ദത്താജി റാവു ഗൈക്വാദ്. വിഖ്യാത ഗസൽ ഗായകനായിട്ടുള്ള പങ്കജ് ഉദാസ് അന്തരിച്ചു. ഓക്കെ, പങ്കജ് ഉദാസ് എന്താണ്? ഗസൽ ഗായകനാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 2006 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിക്കുകയുണ്ടായി. ഇനി അതുപോലെ തന്നെയാണ് ദക്ഷിണാഫ്രിക്കയുടെ മുൻ ക്രിക്കറ്റ് ഇതിഹാസമാണ് മൈക്ക് പ്രോക്ടർ. ഓക്കെ, മൈക്ക് പ്രോക്ടർ ഏതാണ്? ദക്ഷിണാഫ്രിക്കയുടെ മുൻ ക്രിക്കറ്റ് ഇതിഹാസമാണ്. ഇനി അടുത്തതാണ് ഫാലിയസ് നരിമാൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഫാലിയസ് നരിമാൻ വിഖ്യാത നിയമജ്ഞനും ഭരണഘടനാ വിദഗ്ധനും സുപ്രീം കോടതിയുടെ മുതിർന്ന അഭിഭാഷകനുമായിരുന്നു ഫാലിയസ് നരിമാൻ. മുൻ രാജ്യസഭാ അംഗവും പത്മഭൂഷൺ അദ്ദേഹത്തിന്റെ 1991 പത്മവിഭൂഷൺ 2007 ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കാം. ഓക്കെ, ഏതൊക്കെയാണ്? ഫാലിയസ് നരിമാൻ്റെത് രാജ്യസഭാ അംഗവുമാണ്. പത്മഭൂഷൺ അതുപോലെ തന്നെ പത്മവിഭൂഷൺ പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ഫാലിയസ് നരിമാൻ. ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്. ഓക്കെ, ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നതാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥ. ഓക്കെ, ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്, ഓർമ്മ മങ്ങുന്നതിന് മുൻപ്, അതാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥ. അതൊന്ന് ഓർത്തിരിക്കാം. ഇനി വാഴയങ്കട വിജയൻ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ്? അദ്ദേഹം കഥകളി ആചാര്യനാണ്. വാഴയങ്കട വിജയൻ കഥകളി ആചാര്യനാണ്. ഇനി ഫ്രാൻസ് ബെക്കൻബോവർ ഫുട്ബോൾ താരമാണ്. ഫ്രാൻസ് ബെക്കൻബോവർ എന്ന് പറയുന്നത് ഫുട്ബോൾ താരമാണ്. അതും ജർമ്മനിയുടെയാണ്. പേരിൽ ഫ്രാൻസ് ഉണ്ടെങ്കിലും ഫ്രാൻസിന്റെ ആളല്ല, ജർമ്മനിയുടെ ഫുട്ബോൾ താരമാണ് ഫ്രാൻസ് ബെക്കൻബോവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏഷ്യയിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ഇന്ത്യക്കാരനായിരുന്നു കൃഷ്ണ റാം ശർമ്മ. ഓക്കെ, അപ്പം കൃഷ്ണ റാം ശർമ്മയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? ഏഷ്യയിലെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ഇന്ത്യക്കാരനാണ് കൃഷ്ണ റാം ശർമ്മ. ആൻഡ് ഇദ്ദേഹം അന്തരിച്ചു. 70-ാം വയസ്സിലാണ് ഇദ്ദേഹം അന്തരിക്കുന്നത്. ഇനി ആൽബ്രഷ്ട് ഫ്രൻസ്. ഓക്കെ, ആൽബ്രഷ്ട് ഫ്രൻസ് എന്ന് പറയുന്നത് ജർമ്മൻ ഇൻഡോളജിസ്റ്റ്. ഇൻഡോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ കൾച്ചറും ഹിസ്റ്ററിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരാളെയാണ് നമ്മുടെ ഇൻഡോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ജർമ്മൻ ഇൻഡോളജിസ്റ്റും അതുപോലെ തന്നെ കേരള പഠനങ്ങളിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയുമാണ് ആൽബ്രഷ്ട് ഫ്രൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കേരളത്തിന് ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിത്തന്ന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ഫുട്ബോളർ അത് TA ജാഫർ ആണ്. ഓക്കെ, TA ജാഫർ ആരാണ്? കേരളത്തിൽ ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിത്തന്ന ടീം എന്ന് പറഞ്ഞു. അപ്പം ആദ്യമായിട്ട് കേരളത്തിന് സന്തോഷ് ട്രോഫി ലഭിച്ച വർഷം ഏതായിരുന്നു? അത് 73 ആണ്. 1973 ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കേരളത്തിന് ലഭിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി വന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ അത് 1941.
ഇനി അവസാനമായിട്ട് ഇപ്പം സന്തോഷ് ട്രോഫി ലഭിച്ചത് ആർക്കാണ്? അത് സർവീസസിനാണ് ലഭിച്ചിട്ടുള്ളത്. സർവീസസിനാണ് അവസാനമായിട്ട് ഇപ്പോൾ സന്തോഷ് ട്രോഫി ലഭിച്ചത്. സന്തോഷ് ട്രോഫിയുടെ വേദി ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശുമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് സന്തോഷ് ട്രോഫി ലഭിക്കുന്നത് 73-ലാണ്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ ഇതുപോലെ ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഞാൻ ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ക്ലിയർ ആവും കേട്ടോ. സോ ഇത്രയാണ് ഇന്ന് നമ്മളുടെ ക്ലാസ് പറഞ്ഞത്. കുറച്ച് അധികം ലെങ്തി ആയിട്ടുള്ള ആയിരിക്കും വീഡിയോ ആയിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ കാണുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ ഇതുപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. സോ ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ്. ഹാപ്പി ലേണിംഗ്.